32ാമത്തെ ദിവസത്തെ അവസാനത്തെ പരിപാടിയിൽ എത്തി നിൽക്കുകയാണ്. ഈ പരിപാടിയിലാകെ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാട് നേരിടുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം പൂർണ്ണ ബോധ്യത്തോടെ നാട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ്. അതാണ് എല്ലാ പരിപാടികളിലും ഒഴുകിയെത്തുന്ന പതിനായിരങ്ങളുടെ സാന്നിധ്യം തെളിയിക്കുന്നത്. ഇത്തരം സദസ്സുകളിലെത്തുന്നവർ മാത്രമല്ല, സദസ്സിലേക്ക് ഒരു സദസ്സിൽ നിന്ന് മറ്റൊരു സദസ്സിലേക്ക് ഞങ്ങൾ വരുമ്പോൾ വഴിയോരത്താകെ ആയിരങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. എല്ലാ തലത്തിലും പെട്ടവരുണ്ട്, എല്ലാ പ്രായക്കാരുമുണ്ട്, ഒരു ഭേദചിന്തയുമില്ലാതെയാണ്. അവരെല്ലാം അത്യാഹ്ലാദത്തോടെ ഈ യാത്രയെ ആശീർവദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. അപ്പോൾ കേരളമാകെ നമ്മുടെ നാടിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കും. ഈ ബഹുജന സാന്നിധ്യം, പതിനായിരങ്ങളുടെ സാന്നിധ്യം ഒരു തലത്തിൽ ഒരാവശ്യം ഉന്നയിക്കുകയാണ്, അതേസമയം താക്കീതായും മാറുകയാണ്. ആവശ്യം കേരളത്തിന് മുന്നോട്ട് പോകണം, അതിന് തടസ്സമുണ്ടാക്കരുത് എന്നതാണ്. അതോടൊപ്പം ഏത് ശക്തി തടസ്സമുണ്ടാക്കാൻ പുറപ്പെട്ടാലും ഞങ്ങൾ ജനങ്ങൾ അത് സമ്മതിക്കില്ല എന്ന താക്കീതും ഇതിനോടൊപ്പം തന്നെ ഉയരുകയാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഭാവി സുരക്ഷിതമാണ് എന്ന് വിലയിരുത്തുന്നതിനിടയാക്കുന്നത്. ഒരുമയുള്ള ഐക്യമുള്ള ജനത, അതാണ് നാടിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. അത്തരം ഒരു നാടിനെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താനാകില്ല. ഏത് പ്രതിസന്ധിയെയും ആ നാടിനെ അതിജീവിക്കാനാകും. അതിൻ്റെ എല്ലാം തെളിവുകൾ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉള്ളതാണ്. ഇത്തരമൊരു സാഹചര്യം എങ്ങനെയാണ് വന്നത് എന്നതാണ് നാം ഗൗരവമായി പരിശോധിക്കേണ്ടത്. ഇവിടെ നമ്മുടെ വ്യവസായ മന്ത്രി സംസാരിക്കുമ്പോൾ ചില കണക്കുകൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിലൊരു ഭാഗം നമ്മുടെ നാട് സാധാരണ നിലയിൽ ഒരു സാമ്പത്തിക വിഷമം അനുഭവിക്കേണ്ട നാടല്ല. കാരണം നമ്മൾ നല്ല പുരോഗതി നേടിയിരിക്കുന്നു. അത് മികവാർന്ന ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ കൂടി ഫലമായി നേടിയതാണ്. അത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു ഭാഗത്ത് നമ്മുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് നല്ല രീതിയിൽ വർദ്ധിച്ചു എന്നാണ് കാണാൻ കഴിയുക. 2016 ഉള്ളതിനേക്കാളും 8% കൂടുതൽ
വളർച്ച, ആഭ്യന്തര വളർച്ചാ നിരക്കിൽ നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ 9.6% ഇന്നത് 17.6%. അതാണ് 8% വർധനവ് നേടി എന്നത് പറയാനിടയാക്കുന്നത്. ഇത് നല്ല പുരോഗതിയാണ്. അതേസമയം കേരളത്തിൻ്റെ തനത് വരുമാനത്തിൽ വലിയ വർധനവാണ്. ഇതേ കാലയളവിൽ 41% വർധനവ് തനത് വരുമാനത്തിൽ നാം നേടിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സാധാരണ നിലയിൽ ഒരു സംസ്ഥാനത്തിന് ഈ ഒരു കാലയളവിൽ വികസിക്കാവുന്നതിൻ്റെ നല്ല തോതിൽ വികസിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 41% വർധനവ് 7 വർഷം കൊണ്ട് എന്നത് നമ്മുടെ രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനം ആ തരത്തിൽ വർധനവ് നേടിയിട്ടുണ്ടോ എന്നത് സംശയകരമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം അത് നേരത്തെ 5 ലക്ഷത്തിൽ പരം കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 10 ലക്ഷത്തിൽ പരം കോടി രൂപയാണ്. അപ്പോൾ ആഭ്യന്തര ഉൽപ്പാദന രംഗത്തും നല്ല വർധനവ് നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പമാണ് പ്രതിശീർഷ വരുമാനം വരുന്നത്. പ്രതിശീർഷ വരുമാനത്തിലും നല്ല പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ 1,48,000 രൂപ മാത്രമായിരുന്നു. അതാണ് 2,28,000 രൂപയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത്. നല്ല മാറ്റം, നല്ല പുരോഗതി ഈ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കുകയാണ്. സാധാരണ നിലക്ക് കണക്കാക്കിയാൽ ഇത്തരമൊരു സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവും നാം അനുഭവിക്കേണ്ടതില്ല. പിന്നെ എന്തേ നമ്മൾ വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്? സാധാരണ നിലയിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കാൻ ഇടവരാത്തൊരു സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രയാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാനത്തിൻ്റെ വരുമാനം അത് സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല, അതൊരു ഭാഗമേ ആകുന്നുള്ളൂ. മറ്റ് 2 ഭാഗങ്ങളുണ്ട്. അതിലൊന്നൊരു ഭാഗം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാൻ ഉള്ള വിഹിതമാണ്. അത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്ത് നൽകണം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കാണിക്കുന്നത് ഈ നികുതി വിഹിതത്തിൽ അനുവദിക്കുന്നതിൽ ഒരു സുതാര്യതയും പാലിക്കുന്നില്ല. തോന്നിയ പോലെയാണ്. അതായത് ഇഷ്ടമുള്ളവർക്ക് അധികം കൊടുക്കും, അല്ലാത്തവർക്ക് അർഹതപ്പെട്ടതും കൊടുക്കില്ല. എത്രയാണ് കയ്യിലുള്ളത്, എത്രയാണ് മൊത്തം നികുതി കിട്ടിയത്, എങ്ങനെയാണത് വീതിക്കുന്നത്, അത് എവിടെയും പറയില്ല, സംസ്ഥാനത്തെയും അറിയിക്കില്ല. തോന്നിയത് നൽകുന്ന നിലയാണ്. ഇതിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കേണ്ട നികുതി വിഹിതം ലഭിക്കാത്ത അവസ്ഥയാണ് വരുന്നത്. അതോടൊപ്പം നമ്മുടെ റവന്യൂ കമ്മി ഗ്രാൻഡ് അതിലും വലിയ കുറവ് വരുത്തുകയാണ്. ഇതിനൊന്നിലും സുതാര്യത പാലിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ ധനകാര്യ കമ്മീഷനുകളെ തന്നെ
സമ്മർദ്ദത്തിലാക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു. തങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഇടപെടലുകളുണ്ടാകുന്നു. ഫലം കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന മറ്റൊരു കാര്യം. നമ്മുടെ സംസ്ഥാനവും കേന്ദ്രവും കൂടി നടത്തുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ സാധാരണഗതിയിൽ നമ്മളാണ് പണം ചെലവഴിക്കുന്നത്, സംസ്ഥാനമാണ് പണം ചെലവഴിക്കുന്നത്. സംസ്ഥാനം ചെലവഴിക്കുന്ന പണം പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായി നമുക്ക് നൽകുകയാണ് വേണ്ടത്. ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള കുറവ് നമുക്ക് അനുഭവപ്പെടുന്നതായി കാണാൻ സാധിക്കും. വിവിധ ഇനങ്ങളിൽ ഇപ്പോൾ കോളേജ് അധ്യാപകർ, യൂണിവേഴ്സിറ്റി അധ്യാപകർ അവർക്കെല്ലാം ശമ്പള പരിഷ്കരണം നടപ്പാക്കിയല്ലോ. അത് UGC നിർദ്ദേശമനുസരിച്ചുള്ളതാണ്. ആ ഇനത്തിൽ നമുക്ക് 750 കോടി രൂപ ലഭിക്കാനുണ്ട്. ഇതേവരെ ആ പണം ലഭിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള വിവിധ ഇനങ്ങൾ, ആ ഇനങ്ങളുടെ ആകെ കണക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ആകെ 5632 കോടി രൂപ ഈ ഇനത്തിൽ മാത്രം നമുക്ക് കിട്ടാനുണ്ട്. 5632 കോടിയിൽ ഏറിയ ഭാഗവും നാം ചെലവിട്ട് കഴിഞ്ഞതാണ്. ആ ചെലവിട്ട് കഴിഞ്ഞ പണമാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകാതിരിക്കുന്നത്. ഇത് ഒരു ഭാഗം. ഇതിനോടൊപ്പം ചേർത്ത് കാണേണ്ടതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ന നിലക്ക് നാം എടുക്കുന്ന വായ്പയെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന അധികാരം നൽകുകയാണ്. കാരണം സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുള്ള നടപടികൾ സംസ്ഥാനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി ഭരണഘടന നിർദ്ദേശത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നാം അതിലൊരു നിയമനിർമ്മാണം കേരള നിയമസഭ പാസാക്കിയത്. ആ നിയമനിർമ്മാണം അനുസരിച്ച് നമുക്ക് നമ്മുടെ വായ്പയെടുക്കാം. അതിനുള്ള പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുകയാണ്. നിയമവിരുദ്ധമാണ് ആ ഇടപെടൽ. അവർ ഈ അധികാരം മുഴുവൻ അവരങ്ങോട്ട് കൈക്കലാക്കി. എന്നിട്ട് സംസ്ഥാനത്തിന് വായ്പയെടുക്കേണ്ട പരിധി കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അല്ലാതെ ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അത്തരം ഒരു നടപടിയിലൂടെ സംസ്ഥാനം എടുക്കേണ്ട വായ്പയിൽ വലിയ കുറവാണ് വരുത്തിയത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ കയ്യിൽ കിട്ടേണ്ട സംഖ്യയിൽ കുറവ് വരുന്നു. അത് ഒരു ഭാഗം. ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, നമ്മുടെ നിയമസഭയുടെ അധികാരത്തിലുള്ള കൈകടത്തലുമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ നിബന്ധനകൾ കേന്ദ്ര സർക്കാർ വെക്കുകയാണ്. അതിൽ പറയുന്നത് ഈ പറഞ്ഞ തുകയും കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നിബന്ധനകളാണ്. അതിൽ പറയുന്നത് കിഫ്ബി മുഖേന എടുക്കുന്ന വായ്പ അത് സംസ്ഥാനത്തിൻ്റെ കടമായി പരിഗണിക്കും. എന്താ അതിൻ്റെ ഉദ്ദേശം? കിഫ്ബിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ. കിഫ്ബി മുഖേന നമ്മുടെ ബജറ്റിന് പുറത്ത് നാം നടപ്പാക്കേണ്ട ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പാക്കിയ നാടാണല്ലോ കേരളം. നമ്മുടെ ബജറ്റിൻ്റെ ശേഷി വെച്ച് മാത്രം കേരളത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനാകില്ല. അതുകൊണ്ടാണ് കിഫ്ബിയെ നമ്മൾ പുനർജീവിപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നാം നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ നോക്കിയാൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികൾ
ഈ 7.5 വർഷം കൊണ്ട് 83,000 കോടി രൂപയുടേതാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന വിവിധ വികസന പദ്ധതികളാകെ അതിൽ നല്ലൊരു ഭാഗം കിഫ്ബി മുഖേനയാണ് നടപ്പാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കേരളത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന വാശിയാണ്. ഇപ്പോൾ കിഫ്ബി പോലെ തന്നെയുള്ള സ്ഥാപനം കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി, ആ നാഷണൽ ഹൈവേ അതോറിറ്റി കിഫ്ബിയെ പോലെ തന്നെ സ്വന്തമായി വായ്പ എടുക്കുന്നുണ്ട്. ആ വായ്പ കേന്ദ്ര ഗവൺമെൻറ് വായ്പയായി കണക്കാക്കുന്നില്ല. ഞങ്ങൾക്കതാകാം, നിങ്ങൾക്ക് പറ്റില്ല എന്നാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. അപ്പോൾ കേരളത്തോട് പറയുന്നത്, നിങ്ങൾക്ക് അത്തരത്തിലൊരു സ്ഥാപനം സ്വന്തമായി നടത്താൻ പറ്റില്ല. അവരെടുക്കുന്ന വായ്പ നിങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ വായ്പയായി കണക്കാക്കുമെന്നാണ്. ഉദ്ദേശം വ്യക്തമാണ്, നമ്മുടെ നാടിൻ്റെ വികസനത്തെ തടയുക. അത് തന്നെയാണ് ഉദ്ദേശം. ഇതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നാം നൽകുന്ന ക്ഷേമ പെൻഷൻ, ആ ക്ഷേമ പെൻഷൻ 1600 രൂപയാണല്ലോ നമ്മൾ നൽകുന്നത്. അത് മാസം തോറും കൃത്യമായി നൽകണമെന്നാണ് സർക്കാരിൻ്റെ താല്പര്യം. അതിനായി ഒരു ക്ഷേമ പെൻഷൻ കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. ആ ക്ഷേമ പെൻഷൻ കമ്പനി പെൻഷൻ നൽകുന്നു. കമ്പനിക്ക് പണം പിന്നീട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു. ഇതാണ് ഉണ്ടാക്കിയ സംവിധാനം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ആ പെൻഷൻ കമ്പനി എടുക്കുന്ന കടം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വായ്പയായി കണക്കാക്കും. എന്താ ഉദ്ദേശം? അങ്ങനെ പെൻഷൻ കൊടുക്കണ്ട എന്നുള്ളത് തന്നെയാണ്. പെൻഷൻ കൊടുക്കുന്നതിന് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ധനമന്ത്രി തന്നെ കേരളത്തിൽ വന്നപ്പോൾ, എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ, 62 ലക്ഷം ആളുകൾക്ക് എന്തിനാണ് അത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ് ഇത്രയും തുക 1600 രൂപ പെൻഷനായി നൽകുന്നത്? അത് അവരുടെ സാമ്പത്തിക നില വെച്ച് പറയുന്നൊരു കാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നിലയും സാമ്പത്തിക നയവും നമ്മുടെ സാമ്പത്തിക നയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് സാമ്പത്തിക നയം, അത് BJP ഇപ്പോൾ നടപ്പിലാക്കുന്ന സാമ്പത്തിക നയം ആഗോളവൽക്കരണ നയത്തിൽ അധിഷ്ഠിതമായതാണ്. അതിൻ്റെ ഭാഗമായുള്ള ഉദാരവൽക്കരണ നയമാണ് നടപ്പാക്കുന്നത്. ഈ നയം നേരത്തെ കോൺഗ്രസ് അംഗീകരിച്ചതാണ്. കോൺഗ്രസിൻ്റെ നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഈ നയം ഇന്ത്യ രാജ്യം അംഗീകരിക്കുന്നത്. പിന്നീടുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള എല്ലാ കേന്ദ്ര ഗവൺമെൻറ്റുകളും ഈ നയമാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 2011, 2016 കാലം കേരളം UDF ഭരണത്തിന് കീഴിൽ സമ്പൂർണ്ണ തകർച്ച നേരിട്ടത് ഈ നയം നടപ്പാക്കിയതിൻ്റെ ഭാഗമായിരുന്നു. UDFൻ്റേത് ഈ പറയുന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമാണ്. അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ്, ആ ഘട്ടത്തിൽ 2 കേന്ദ്ര ഗവൺമെൻറ്റുകളുണ്ടായിരുന്നു. ആദ്യം മൻമോഹൻ സിംഗിൻ്റേത്, പിന്നെ നരേന്ദ്രമോദിയുടേത്. ഈ 2 ഗവൺമെൻറ്റുകളും ഒരേ നയമാണ് നടപ്പാക്കിയത്. ആ നയം ഈ പറഞ്ഞ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമായിരുന്നു. 2ൻ്റെയും ഒരേ സാമ്പത്തിക നയമായിരുന്നു. അതേ നയമാണ് ഇവിടുത്തെ UDF ഗവൺമെൻറ് ഉണ്ടായത്. ഒരു വ്യത്യാസവും ഇവരുടെ നയങ്ങൾ തമ്മിലില്ല. അതുകൊണ്ടാണ് ആ കാലത്ത് സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നമ്മുടെ നാട് കൂപ്പുകുത്താൻ ഇടയായത്. ഈ നയം അത് അംഗീകരിക്കുകയല്ല LDF ഗവൺമെൻറ്. LDF ഗവൺമെൻറ് തീർത്തും ബദലായ ഒരു നയമാണ് നടപ്പാക്കുന്നത്. ആ ബദൽ നയത്തിൻ്റെ പ്രത്യേകത കേരളത്തിൽ കാണാനുണ്ട്. നമ്മുടെ സംസ്ഥാനം രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദരിദ്രാവസ്ഥയുള്ള നാടാണ്.
അത് ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായാണ്. എന്നാൽ രാജ്യത്തിൻ്റെ അവസ്ഥയോ? രാജ്യത്ത് നടപ്പിലാക്കുന്ന സാമ്പത്തിക നയം ദരിദ്രരെ കൂടുതൽ പാപ്പരീകരിക്കുന്നതാണ്, സമ്പന്നരെ കൂടുതൽ സമ്പത്തിൻ്റെ ഉടമകളാക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്തെ എവിടെയാണ് എത്തിച്ചത്? 2013 നമ്മുടെ രാജ്യം ലോകത്തിലെ രാജ്യങ്ങളുടെ ഇടയിൽ 55-ാം സ്ഥാനത്തായിരുന്നു. ഈ ദരിദ്രാവസ്ഥ നോക്കിയാൽ ആഗോള വിശപ്പ് സൂചികയിൽ 55-ാം സ്ഥാനം. അത് 2013. 10 വർഷം കഴിഞ്ഞപ്പോൾ ആ 55-ാം സ്ഥാനം 54-ാം സ്ഥാനമായോ? 55-ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ പിന്നീട് താഴേക്ക് പോവുകയും ചെയ്തു. എവിടത്തേക്ക്? 111-ാം സ്ഥാനത്തേക്ക്. 10 വർഷം കൊണ്ട് നമ്മുടെ നാടിൻ്റെ ദരിദ്രാവസ്ഥ കൂടി വന്നു. അതിൻ്റെ ഭാഗമായി പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെട്ടു എന്നർത്ഥം. ഈ സാമ്പത്തിക നയത്തിൻ്റെ ഫലമായി 55-ൽ നിന്ന് 111-ലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയുണ്ടായി. അതേസമയം നമ്മളോ, നമ്മുടെ കേരളത്തിൽ നാം നടപ്പാക്കുന്ന നയം അത് നമ്മുടെ നാടിൻ്റെ പൊതുവായ സാഹചര്യം പരിഗണിച്ച് ഉള്ള ദരിദ്ര വിഭാഗത്തെ ശാക്തീകരിക്കുന്ന നടപടിയാണ്. ഇപ്പോൾ അതിദരിദ്രർ നമ്മുടെ സംസ്ഥാനത്ത് 0.7%. ആ 0.7% എന്ന അതിദരിദ്ര വിഭാഗം 1% താഴെയാണല്ലോ. അത് സാരമില്ല എന്ന നിലയല്ല സംസ്ഥാന ഗവൺമെൻറ് എടുത്തത്. അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി നടപടികൾ ആരംഭിച്ചു. ഈ കഴിഞ്ഞ നവംബർ 1-ന് എത്ര ആളുകളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനായി എന്ന് പ്രഖ്യാപിച്ചു. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആളുകളെയും കുടുംബങ്ങളെയുമാണ് അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചത്. ഇത് നൽകുന്ന ഉറപ്പെന്താണ്? 2025 നവംബർ 1 ആ 2025 നവംബർ 1-ൽ ഈ പറഞ്ഞ 0.7%-ൽ ഒരാളോ ഒരു കുടുംബമോ അതിദരിദ്രാവസ്ഥയിൽ കേരളത്തിൽ ഉണ്ടാകില്ല എന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, നാം നടപ്പാക്കുന്ന നയത്തിൻ്റെ പ്രത്യേകത. അത്തരമൊരു സാഹചര്യം ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് അങ്ങനൊരു കാര്യം അവകാശപ്പെടാൻ കഴിയുമോ? അപ്പോൾ അതാണ് LDFിൻ്റെ ബദൽ നയത്തിൽ ഒന്ന്. ബാക്കി ബദൽ നയവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. ഏതായാലും ഇന്ത്യ ഗവൺമെൻറ് നടപ്പാക്കുന്ന ആ നയമല്ല നമ്മുടേത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന തരത്തിൽ പെൻഷൻ കുറക്കാനോ അതിലെ ആളുകളുടെ എണ്ണം അവരാഗ്രഹിക്കുന്ന പോലെ വെട്ടിക്കുറക്കാനോ LDF സർക്കാർ തയ്യാറല്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? എന്നാൽ നിങ്ങളെങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുക എന്ന് കാണട്ടെ, അതും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ പെടുത്തുകയാണ്. ഇതിൻ്റെ എല്ലാം ഫലമായി സംഭവിച്ചിട്ടുള്ളത് എന്താണ്? നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിൻ്റെ കയ്യിൽ എത്തിച്ചേരേണ്ട പണം, ആ പണത്തിൽ വലിയ തോതിലുള്ള കുറവാണ് വന്നിട്ടുള്ളത്. എത്രയാ കുറവ്? അതൊരു 1000-10,000 കോടിയുടേതല്ല. ഇവിടെ 1,07,500-ൽ പരം കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട പണം ഈ 7 വർഷം കൊണ്ട് കയ്യിലെത്തിയിട്ടില്ല. അതിൻ്റെ കുറവുണ്ട്. ആ കുറവ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ നയം കാരണം വന്നതാണ്. ഇതാണ് നാടിൻ്റെ പ്രശ്നം. ഇത്തരമൊരവസ്ഥയുള്ള നാടിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും? ഈ നയം തിരുത്തണം. ഇതാണ് നമ്മുടെ ആവശ്യം.
ആ നയം തിരുത്തുന്നതിന് നമ്മുടെ നാടിന് ഒന്നിച്ചു നിൽക്കാനാകണം. അതിനാണ് പ്രതിപക്ഷത്തോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. ഞങ്ങൾ ഇപ്പോൾ ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയെ ചോദ്യം ചെയ്യുന്ന നടപടിയായതുകൊണ്ട് രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം കൂടി വന്നപ്പോൾ നവകേരള സദസ്സ് UDF ബഹിഷ്കരിച്ചെങ്കിലും വീണ്ടും ഒരഭ്യർത്ഥന ഞങ്ങൾ നടത്തി. അത് ഈ സാഹചര്യമെല്ലാം പറഞ്ഞു ഇന്നത്തെ നിലയിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. LDF UDF എന്ന നിലയിലുള്ള അഭിപ്രായ വ്യത്യാസം, അതിൻ്റെ മേലെ നാടിൻ്റെ ഈ പ്രശ്നം ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നതിന് തടസ്സമാകരുത്. നമുക്ക് ഒന്നിച്ച് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയണം, നിങ്ങൾ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് ഞങ്ങൾ സന്നദ്ധമാണ്, നമുക്ക് ചർച്ച ചെയ്യാം. പ്രധാനം നാം ഒന്നിച്ച് നിൽക്കലാണ്. ഉടനെ വന്നല്ലോ പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുമായി ഒരു യോജിപ്പിനുമില്ല. എന്താണിത്? ഇത് LDF UDF കാര്യമല്ലല്ലോ, നമ്മുടെ നാടിൻ്റെ കാര്യമല്ലേ, നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ പ്രശ്നമല്ലേ. ആ കാര്യത്തിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാനാവണ്ടേ? പക്ഷേ അവർക്ക് കഴിയില്ല. കേന്ദ്രത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPക്കൊരു കേരള വിരുദ്ധ മനസ്സുണ്ട്. അതിനിടയാക്കിയത് അവർക്കിവിടെ കേരളീയ മനസ്സിൽ സ്വീകാര്യത ലഭിക്കുന്നില്ല. അത് അത്ര എളുപ്പമല്ല. കാരണം കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് വർഗീയതയെ സ്വീകരിക്കാൻ തയ്യാറല്ല. അതാണ് അടിസ്ഥാന കാരണം. അതിനവർക്ക് വിരോധം കാണും. അതിൻ്റെ ഭാഗമായി ഒരു കേരള വിരുദ്ധ മനോഭാവത്തിൽ അവരെത്തിയിട്ടുണ്ട്. ആ കേരള വിരുദ്ധ മനസ്സിനോടൊപ്പം എന്താണ് കോൺഗ്രസും ചേർന്ന് നിൽക്കുന്നത്? കോൺഗ്രസിനും കേരള വിരുദ്ധ മനസ്സായോ? അതല്ലേ ഫലത്തിൽ കാണിക്കുന്നത്. ഇവിടെ ലോക്സഭയിൽ 20 അംഗങ്ങളാണ് കേരളത്തിൽ നിന്ന്. ആ 20-ൽ 18 പേര് UDF അംഗങ്ങളാണ്. ഈ 18-ൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രശ്നം ഉന്നയിക്കുന്നത് ആരെങ്കിലും കേട്ടോ? കേന്ദ്രം നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരുപാട് വിവേചനത്തിൻ്റെ കഥകളുണ്ടല്ലോ. ഏതെങ്കിലും ഘട്ടത്തിൽ അതിനെ എതിർക്കാനോ തുറന്നു കാണിക്കാനോ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനോ ഈ UDF അംഗങ്ങൾ തയ്യാറായോ? എന്താണ് അവർക്കതിനുള്ള വിഷമം? എന്താണ് അവർക്ക് നിർബന്ധം? BJPയുടെ മനസ്സിന് ഒരു നീരസവും ഉണ്ടാകരുത് എന്ന്. ഇതിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അതിൻ്റെ ഭാഗമാണ്. ഈ 20-ൽ 18 ആയപ്പോൾ എന്താണ് സംഭവിച്ചത്? ലോക്സഭയിൽ കേരളത്തിൻ്റെ ശബ്ദം സാധാരണ ഉയരാറുണ്ടല്ലോ. ആ ശബ്ദം ആ രീതിയിൽ ഉയരാതായില്ലേ? ഇത്തരം പ്രശ്നങ്ങളിൽ മാത്രമല്ല, കേരളം നേരിടുന്ന പ്രശ്നങ്ങളോ കേരളത്തോടുള്ള അവഗണനയോ ആ പ്രശ്നം മാത്രമല്ല, രാജ്യം നേരിടുന്ന മതനിരപേക്ഷത നേരിടുന്ന പ്രശ്നം. മതനിരപേക്ഷത വെല്ലുവിളി നേരിടുമ്പോൾ കേരളത്തിൻ്റെ ശബ്ദം തനതായ രൂപത്തിൽ ലോക്സഭയിൽ ഉയരാറുണ്ടല്ലോ. ഈ ടേമിൽ ഉയർന്നോ? എങ്ങനെ ഉയരും? 20-ൽ 18 ഈ പറയുന്ന UDF അംഗങ്ങളല്ലേ? അവർ നിശബ്ദരല്ലേ? മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കണ്ടേ? വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയോ? അങ്ങനെ ചെയ്യാറുണ്ടോ കോൺഗ്രസ്? എല്ലാ ഘട്ടത്തിലും ആലോചിച്ച് നോക്കി. നരേന്ദ്രമോദി അയോധ്യയിൽ പൂജ നടത്തുമ്പോൾ കമൽനാഥ് സ്വന്തം വീട്ടിൽ പൂജ നടത്തിയാണ് അതിന് പ്രതിവിധി ചെയ്തത്. BJPയുടെ അതേ രീതി. മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യ ദശ ഇപ്പോൾ ഈ കഴിഞ്ഞ നാളിൽ
അപ്പോൾ കമൽനാഥ് പറയാണ്, കമൽനാഥാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവ്. കമൽനാഥ് പറയാണ്, രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ക്രെഡിറ്റ് നേടാൻ BJP ശ്രമിക്കണ്ട. ആ ക്രെഡിറ്റ് മുഴുവൻ രാജീവ് ഗാന്ധിക്ക് അവകാശപ്പെട്ടതാണ്. എങ്ങനെയുണ്ട്? BJPയുടെ അതേ രീതി സ്വീകരിക്കലല്ലേ? BJPയുടെ അതേ രീതി സ്വീകരിച്ച് BJP നേരിടാനാവുമോ? മതനിരപേക്ഷതയുടെ പ്രശ്നത്തിൽ വർഗീയതയുമായി സമരസപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കാനാവുമോ? ഇതൊരു കമൽനാഥ് അല്ലാലോ, ഒരു നിരയില്ലേ? ഏതെങ്കിലും ഘട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത വർഗീയതക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാറുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആ മനോഭാവം ഇവിടുന്ന് പോയവരിലും പ്രതിഫലിക്കുകയല്ലേ? അതുകൊണ്ടല്ലേ മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെതായ ശബ്ദം അവരുടെ നാക്കിലൂടെ ലോക്സഭയിൽ ഉയരാതിരുന്നത്? ഇതല്ലേ അവസ്ഥ? ഏതായാലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ നവകേരള സദസ്സ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ബഹിഷ്കരണത്തോടൊപ്പം ജനങ്ങളില്ല എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ്. കൃത്യമായ ധാരണയോടെയാണ് ജനങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടുന്നത്. ഓരോ ആൾക്കും നാട് പ്രധാനമാണ്, നാടിൻ്റെ ഭാവി പ്രധാനമാണ്. നാടിൻ്റെ ഭാവി കാലികമാവണം എന്നും അവർ ചിന്തിക്കുകയാണ്. അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് യോജിച്ച് നേരിടണം എന്ന ധാരണയാണ്. എല്ലാ അഭിപ്രായക്കാരുമാണ് ഈ സദസ്സിലേക്ക് എത്തുന്നത്. എല്ലാവരുമാണ് ഇതിൻ്റെ ഭാഗമായി ചേരുന്നത്. അത് ബഹിഷ്കരണക്കാർക്കുള്ള മറുപടി കൂടിയാണ്. ഏതായാലും ഈ പതിനായിരങ്ങൾ, സദസ്സിലെത്തുന്ന പതിനായിരങ്ങൾ നമ്മുടെ സർക്കാരിന് വലിയ കരുത്തായി മാറുകയാണ്. അവർ കൃത്യമായ ഒരു സന്ദേശം സംസ്ഥാന സർക്കാർ നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട്. അതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ കരുത്ത്. അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.